ഓറിയന്റേഷൻ OP 10.0 സെഷൻ 2 ഐസ് ബ്രേക്കിംഗിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ഒരു സമയത്ത് ഇൻവൈറ്റ് ചെയ്യാണ്. BSc മൾട്ടി ഡിസിപ്ലിനറി, BSc മാത്തമാറ്റിക്സ്, BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിലെ ലേണേഴ്സ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാം BSc-കാരായതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലേണേഴ്സ് തന്നെയാണുള്ളത്. ഓക്കെ, സോ സെഷൻ 2 ഐസ് ബ്രേക്കിംഗിൽ എന്താ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മൾ കോമൺ ഗ്രൂപ്പ്സ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ സെഷനോട് കൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം ടീംമേറ്റ്സിനെ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരെ മാത്രമല്ല, BSc-യിലെ സയൻസ് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ സ്റ്റോറീസും കൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സെഷനാണ് അല്ലെ. നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ, ഭയങ്കര രസമുള്ള ഒരു കാര്യമല്ലേ, നമുക്ക് മറ്റുള്ളവരുടെ കഥകളൊക്കെ കേൾക്കാൻ പറ്റാന്നൊക്കെ പറയുന്നത്. സോ അതുപോലത്തെ ഒരു സെഷനാണ് ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്റെ എല്ലാ ലേണേഴ്സിന്റെയും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സെഷനെ നിങ്ങളുടെ കൂടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഒപ്പം മാത്തമാറ്റിക്സിലെ ശംഷീറ മാം ഉണ്ട്, വൈഷ്ണവി മാം ഉണ്ട്, സൈക്കോളജിയിലെ വൈഷ്ണവി മാം ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഷാലു മാം ഉണ്ട്, ഷഫ്ന മാം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ശംഷീറ മാം ഉണ്ട്. നിങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് ഇത്രയും ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനിലൂടെ കൂടിയാണ്. ഓക്കെ, നമുക്ക് ഇതിനെ കുറച്ച് റാപ്പിഡ് ഫയർ ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻസ് നോക്കാം. അതായത് നിങ്ങൾ തന്നെ വോളണ്ടിയർ ആയിട്ട് മുന്നോട്ട് വന്നിട്ട് നിങ്ങളുടെ പേരെന്താണ്, ഓക്കെ ഞാനത് പറഞ്ഞുതരാം. അതിന്റെ ഒരു ഓർഡർ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫുൾ നെയിം എന്താണ്, നിങ്ങളുടെ സിറ്റി, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ BBA, BSME അങ്ങനെ പറയുന്ന കുറെ പ്രോഗ്രാംസ് ഉണ്ടാവില്ല നമ്മുടെ BSc മൾട്ടി ഡിസിപ്ലിനറി. അങ്ങനെയുള്ളത് കൂടാതെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, നിങ്ങളെ പറ്റിയിട്ട് മറ്റുള്ളവർ അറിയണമല്ലോ, നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ചിലര് പാട്ട് പാടാൻ അറിയുന്നവരുണ്ടാവും, കഥ എഴുതാൻ അറിയുന്നവരുണ്ടാവും, ലിറ്റററി സ്കിൽസ് ഉള്ളവരുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ഒരു സ്കില്ലും കൂടെ പറയണം. ഓക്കെ, അതും കൂടെ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ ഒന്ന് ഷെയർ ചെയ്യണം. ഒരു 3 to 6 സെക്കൻഡ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങളൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ, ബട്ട് ഷോർട്ട് ആൻഡ് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു റാപ്പിഡ് ഫയർ ഇതിലേക്ക് കടക്കാം. ഇനി നിങ്ങളുടെ ടേൺ ആണ്. ഇപ്പൊ ഒന്ന് നിറഞ്ഞു, ഒരു ഗാലറി വ്യൂ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരുപാട് ലേണേഴ്സിനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം അല്ലേ ശംഷീറ? ഒരുപാട് എല്ലാരും ചെയ്യും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ഒരു ചാൻസ് അല്ലേ, നമുക്ക് അല്ലാതെ നമുക്ക് റിയാലിറ്റിയിൽ കാണാൻ പറ്റില്ലല്ലോ നിങ്ങളെ. അതെ 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 അതെ. അപ്പൊ ആരാണ് സംസാരിച്ചു തുടങ്ങുന്നത്? ഈ കൊച്ചു പിള്ളേരെ പോലെ നിങ്ങളെ പേര് വിളിച്ച് സംസാരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ്. ഞാനത് ചെയ്യില്ല, നിങ്ങൾക്കറിയാലോ. ഞാനത് ചെയ്യില്ല, നിങ്ങളായിട്ട് തന്നെ വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് ഒക്കെ. ഞാൻ പറയാം. എന്റെ പേര് കാവ്യ എന്നാണ്. ഞാൻ BSc മാത്സിനാണ് ഇപ്പം ജോയിൻ ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് എന്റെ 2 കുട്ടികളും ഹസ്ബൻഡ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല. പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി, അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഫർദർ പഠിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് കുട്ടികളൊക്കെ ആയി. അതുകൊണ്ട് ഇപ്പം അവര് 6th ആയി, അപ്പം പഠിക്കാമെന്ന് തോന്നി. ഓക്കെ ഓക്കെ, താങ്ക് യു കാവ്യ. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനെന്ന് താല്പര്യമുണ്ടോ? ലൈക്ക് വായിക്കും, എഴുതും, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കേടാ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആരാണ് വരുന്നത്? ഓക്കെ, കാവ്യ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ, ഷീന പറഞ്ഞോളൂ. എന്റെ പേര് ഷീനമോൾ എബ്രഹാം എന്നാണ്. ഞാൻ നേഴ്സാണ്. ഞാൻ UAE-യിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ ഇപ്പം 2 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഇപ്പം വർക്കൊന്നും ചെയ്യുന്നില്ല. എനിക്ക് പ്രൊഫഷൻ ഒന്ന് മാറ്റി പിടിക്കണമെന്നൊരാഗ്രഹം, മുമ്പോട്ടൊന്ന് പഠിച്ചു പോകണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞാൻ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് മാനേജ്മെന്റിന്റെ എടുത്തേക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. മോൻ BSc ഫിസിക്സ് ഫൈനൽ ഇയർ ആണ്. ഇളയാള് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങളിപ്പം കോട്ടയത്ത് നിന്നാണ് ജോയിൻ ചെയ്തു. ഞാനിപ്പം ജോയിൻ ചെയ്തേക്കും കോട്ടയത്ത് നിന്നാണ്. എൻ്റെ നേറ്റീവ് ഒറിജിനലി ഞങ്ങൾ ഇടുക്കിയിൽ. ഓക്കെ,
എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല. പാടാനും ഈ ചിലവര് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഭയങ്കര മാനിപ്പുലേറ്റർ ആണെന്നൊക്കെ പറയാറുണ്ട്. നഴ്സുമാർക്ക് പൊതുവേ വേണ്ട ഒരു ഇതാണല്ലോ മോട്ടിവേറ്റിംഗ് മാനിപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും? ആലോചിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു ഷീന. ദാറ്റ് വാസ് വണ്ടർഫുൾ. ഓക്കെ, ഇതുപോലെ ഇനി നെക്സ്റ്റ് ആരാ പറയുന്നത്? ഞാൻ പറയാം. ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞോളൂടാ. മുഹ്സിന ആ. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്, വേങ്ങര. ഞാന് ഡിപ്ലോമ ഓപ്റ്റോമെട്രി കഴിഞ്ഞിരിക്കാണ്. ഞാന് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ ചെറിയ ബ്രേക്ക് വന്നു. പിന്നെ ഒരു ഡിഗ്രി ചെയ്യാന്നുള്ള പ്ലാൻ വന്നപ്പോ ഒരു നല്ല കോഴ്സ് എന്നുള്ള രീതിയിൽ എടുത്താണ് BSc ഫുഡ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും? വായിക്കാൻ ഇഷ്ടമാണ്. അതേമാതിരി ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹൂപ്പ്, റെസിനാർട്ട് അങ്ങനെയൊക്കെ ചെയ്യും. ആഹാ, അപ്പൊ അത് പ്രൊഫഷണലി ചെയ്ത് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യണില്ല. മറ്റേ എനിക്കാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം തോന്നുമ്പോ ഞാൻ ചെയ്തു. അപ്പൊ ആർക്കെങ്കിലും ഇനിയിപ്പോ ഗിഫ്റ്റ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുസീനോട് ചോദിച്ചാൽ മതി. മുസീന നന്നായി റെസിനാർട്ടൊക്കെ ചെയ്യുന്ന നല്ല ക്രാഫ്റ്റ് പരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ്. ഓക്കേടാ, സോ താങ്ക് യു. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആരോ പറയുന്നത്? ഞാൻ പറയാം മാം. കുറെ ഞാനുണ്ടല്ലോ, ഏത് ഞാൻ ആദ്യം പറയുന്നത്? ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് ഹുസ്ന. ഓക്കെ, ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. എന്റെ ശരിക്കുള്ള നാട് മലപ്പുറമാണ്. ഞാനിവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വരികയാണ്. എനിക്കൊരു മോനുണ്ട്. മോന് 4th പഠിക്കുന്നത്. BSc മാത്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഞാനിപ്പോ ഒരു ഹൈസ്കൂൾ വർക്ക് ഇന്റഗ്രേറ്റഡ് ടീച്ചറാണ്. അതില് +2 കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പഠിച്ചിട്ടാണ് ഞാൻ അതിൽ കയറിയത്. പക്ഷെ എനിക്ക് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് എനിക്ക് മാത്സ് ടീച്ചർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് ലെങ്തി ആവുന്നതിന്റെ മുമ്പ് എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു ജോബ് വേണമെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഡിപ്ലോമ എടുത്തിട്ട് കയറി. ഇനി എനിക്ക് തുടർന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. PGയും ഒക്കെ ചെയ്ത് ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും അത് ലേൺ വൈസിലൂടെ എന്തായാലും അത് പോസിബിൾ ആവും. നമുക്ക് ത്രൂ ഔട്ട് BSc മാത്സ് നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ ശംഷിറ മാം? ഇവരുടെ ഒരു ആസ്പിറേഷൻസ് ഒക്കെ നടക്കും അല്ലേ? ഇതിലൊരു കൺഫ്യൂഷനും വേണ്ട, എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എത്താൻ കഴിയും. അതെ അതെ അതെ, ഓക്കെ, താങ്ക് യു. ഇനി ആരാണ്? വേറൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഞാൻ എവിടെ പോയി? അതെ, ഫിദയാണോ പറഞ്ഞത്? ആ, ഫിദയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, എന്റെ പേര് അതാ അതാ. ഓക്കെ ഫിദ പറഞ്ഞോ. എന്റെ പേര് ഫാത്തിമ ഫിദ. ഞാൻ കാലിക്കറ്റ് ആണ്. +2 കഴിഞ്ഞ കൊല്ലല്ല, അതിന്റെ മുന്നത്തെ കൊല്ലം കഴിഞ്ഞതാണ്. 1 ഇയർ ഗ്യാപ്പ് എടുത്തിട്ട് പ്രസിഡന്റ് ആയിട്ട് BSc മാത്തമാറ്റിക്സ് ചെയ്യാണ്. പിന്നെ എന്തൊക്കെയാടാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഇങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞാൻ 1 ഇയർ ഗ്യാപ്പ് എടുത്തത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനാ. ആഹാ, അടിപൊളി. എന്നിട്ട് അതിന്റെ കോഴ്സസ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലെ? അതിന് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഒരു ഗ്രാഫിക് ഡിസൈനറേയും കൂടെ കിട്ടി. നമുക്ക് റെസിനാർ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ഗ്രാഫിക് ഡിസൈനർ ഉണ്ട്. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി അല്ലേ? നമ്മളെ സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഒഴിച്ചിട്ട് നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ഈ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും കൂടെ ഇൻവോൾവ് ആവുന്ന ആൾക്കാർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയുന്നത്? ഞാൻ പറയാം. ഓക്കെ, പറയടാ. ഞാൻ പറഞ്ഞു. ഓക്കെ, ഷംന പറഞ്ഞോളൂ. എന്റെ പേര് ഷംന എന്നാണ്. ഞാന് കാലിക്കറ്റ് ആണ്. 2 കുട്ടികളുണ്ട്. ഒരു 10 ഇയർ ഗ്യാപ്പിന് ശേഷം പഠിക്കാൻ തുടങ്ങിയാണ്. പിന്നെ എന്തൊക്കെയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാല് ഞാന് ചെറുതായിട്ട് ഫാഷൻ ഡിസൈനിങ് ചെറുതായിട്ട് ചെയ്യാറുണ്ട്. സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, പുറത്തേക്കും ചെയ്യാറുണ്ട്. പക്ഷെ പഠിച്ചിട്ടൊന്നുമല്ല. ഞാന് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ കോഴ്സ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല.
അല്ലാതെ ആ തന്നെ ഓക്കെ, ഒരു ഫാഷൻ ഡിസൈനർ കൂടെ കിട്ടി അല്ലേ? റിലേറ്റീവ്സിന് അങ്ങനെയൊക്കെ ചെയ്യാതെ കൊടുക്കാറുണ്ട്. അതെയോ? ആഹാ, അത് നല്ല കാര്യമാടാ. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ തലയിൽ ഉദിക്കുന്ന ഡിസൈൻസ് ഒക്കെ പുറത്തോട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? സോ വി ഗോട്ട് എ ഫാഷൻ ഡിസൈനർ ഓൾസോ. ഓ, ദാറ്റ് ഇസ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെ ആരും ഒരാളും കൂടെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഓക്കെ, അനശ്വര. അനശ്വര പറയടാ. എന്റെ പേര് അനശ്വര. ഞാൻ ഇന്ത്യ പോസ്റ്റിൽ പോസ്റ്റ് വുമൺ ആയിട്ട് വർക്ക് ചെയ്തപ്പോ ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് ജോലി ആയത്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഡിഗ്രി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം പിന്നെ ഇപ്പം ജോലി കിട്ടി ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അപ്പം അത് ആഹാ, കഴിഞ്ഞ് പഠിക്കാന്ന് വിചാരിച്ചു. ഇപ്പം BSc പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ആണ് എടുത്തേക്കുന്നത്. എന്റെ ആഹാ, വീട് ആലപ്പുഴ. ആഹാ. പിന്നെ എന്തൊക്കെയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പൊ ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെയാ ഉള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ പിന്നെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ളൂ. ആഹാ, ഓക്കെ, അപ്പൊ നല്ലൊരു ടീച്ചറാണ്. ഓക്കെ, ടീച്ചിങ് ഒരു സ്കില്ലാണ്. ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണടാ. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കൂ, ഒരു ടീച്ചർ ഉണ്ട്, ഒരു ഫാഷൻ ഡിസൈനർ ഉണ്ട്, ഒരു റെസിൻ ആർട്ടിസ്റ്റ് ഉണ്ട്. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി താങ്ക് യു. പിന്നെ ആരോ ഒരാളും കൂടെ ആണല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ശംശിറ മാം എന്ത് ഗെയിമാണ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. നമുക്കപ്പൊ അതൊന്ന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ മാം സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണിക്കും. ആ ഫോട്ടോ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പഴഞ്ചൊല്ല്, അത് ആരാണോ ആദ്യം കിട്ടുന്നത് അവർ പറയാം. ഒരു 5 സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് ആ ഫോട്ടോ സ്ക്രീനിൽ വിസിബിൾ ആയിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ ആ ഫോട്ടോ കണക്ട് ചെയ്ത ഒരു പഴഞ്ചൊല്ല് ഏതാണെന്ന് നോക്കാം, അത് പറയാം. കംപ്ലീറ്റ് ആയിട്ട് പറയാ, ഒറ്റ അറ്റംപ്റ്റ് ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയി. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു ഗെയിമാണിത്. അറിയാലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെ അതെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ല, എല്ലാവരും ഓണല്ലേ? അതെ, ഇപ്പൊ ഓൺ ആവുമല്ലോ എല്ലാവരും. ഫസ്റ്റ് വൺ ഞാൻ പറയാം. പറഞ്ഞോളൂ. റാൻഡം ആയിട്ട് നിങ്ങൾക്ക് പറയാം. അടി തെറ്റിയാൽ ആനയും വീഴും. അടി തെറ്റിയാൽ ആനയും വീഴും. അതാരാ പറഞ്ഞത്? ഹുസ്ന. ഓക്കെ, ഹുസ്ന. പിന്നെ വേറെ എന്തെങ്കിലും ചോയ്സസ് ഉണ്ടോ? ഒരാൾ മാത്രം പറയുന്നതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പറയാം. പറഞ്ഞോളൂ. അടി തെറ്റിയാൽ ആനയും വീഴും. പിന്നെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അതും ഇത് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയും വലിയ സെന്റൻസ് ഒക്കെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ലേ? അതുകൊണ്ട് അതിലും എളുപ്പം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയുന്നതാ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എന്താണ്. കറക്റ്റ് ആണ്, ഹുസ്ന പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഹുസ്നെ നമുക്ക് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. അടി തെറ്റിയാൽ ആനയും വീഴും. ഓക്കെ, ഇനി ഹുസ്ന മാത്രം പറയുന്ന ഒരു പരിപാടി നമുക്കില്ല കേട്ടോ. ഇനി ബാക്കിയുള്ളവരും കൂടെ പറയുവേ. നെക്സ്റ്റ് വൺ, എലിയെ പേടിച്ചില്ലം ചുട്ടു. അതാരാ പറഞ്ഞേ? ജിൻസി. ഓക്കെ, ജിൻസി. അത് കൊള്ളാം. എലിയെ പേടിച്ചില്ലം ചുടുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? വേറെ ആർക്കാണെങ്കിലും പറയാട്ടോ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പറയാം. ഇവരെനിക്ക് തോന്നുന്നു ഒരാൾ ഒരു ഉത്തരം പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരാരും മിണ്ടത്തില്ല. അത് പക്ക പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എലിയെ പേടിച്ച് ഇല്ലം ചുടരുത്. ഇല്ലം ചുട്ടു അല്ലെങ്കിൽ ഇല്ലം ചുടരുത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ആന മെലിഞ്ഞാൽ തൊഴുത്ത് കിട്ടും. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടും. ഓക്കെ, പിന്നെ അത് ഷീനയാണ് പറഞ്ഞത്. ഇനി ആരെങ്കിലും കുറച്ചും കൂടെ ഒരു ഓപ്ഷൻസ് ഒക്കെ പറയുന്നേ? ഇല്ല, ഒറ്റാള് പറഞ്ഞാൽ പിന്നെ അവര് നിർത്തുവാണ്. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ അല്ലെങ്കിൽ തൊഴുത്തിൽ കെട്ടില്ല എന്നൊക്കെ പറയുന്ന ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് പഴഞ്ചൊല്ല് പറയുന്നത് അല്ലെ? ഓക്കെ, ഇനി നായ നടുക്കടലിൽ നക്കിയേ കുടിക്കൂ. നായ നടുക്കടലിൽ നക്കിയേ കുടിക്കൂ. ഓക്കെ, പിന്നെ വേറെ രീതിയിൽ എങ്ങാനും അത് പറയോ? സെയിം തന്നെയാണ് അല്ലേ? കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കും. നടുക്കടലിൽ ചെന്നാലും നായ നക്കിയേ കുടിക്കൂ. നടുക്കടലിൽ ചെന്നാലും നായ നക്കിയേ കുടിക്കുള്ളൂ. കറക്റ്റ് ആട്ടോ, രണ്ട് ആൻസറും കറക്റ്റ് ആണ്. നമ്മുടെ ഹുസ്ന ഒരു ഫയർ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഓണായി. ഓക്കെ, ഇനി ഇതറിയില്ല എന്ന് പറയരുത്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല.
അതാരാ പറഞ്ഞ പോത്തിന്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമില്ലെന്ന്? അനശ്വര. അനശ്വരയാണ്. ഓക്കെ ഓക്കെ അത് കറക്റ്റാ അല്ലേ? പോത്തിനോട് വേദം ഓതിയിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല. ഓക്കെ. നമ്മൾ കുറെ കേട്ട് പരിചയമുള്ള പഴഞ്ചൊല്ലാണ് അതല്ലേ മാം? അതെ 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 അതെ. ഇതും അതുപോലെ തന്നെയുള്ള ഒരു പഴഞ്ചൊല്ല. ഇതൊന്ന് നോക്കടാ. വിശന്നാൽ പുലി പുല്ലും തിന്നും. ആഹാ അപ്പൊ അത് പേര് കോമൺ പറയുന്നില്ല. ആയിട്ടുള്ള പഴഞ്ചൊല്ല് വന്നാലേ നിങ്ങൾ സംസാരിക്കത്തുള്ളൂ അല്ലേ? അത് നന്നായി എന്തായാലും. ഹുസ്നേനയാണോ ആദ്യം പുല്ലും തിന്നും. അങ്ങനെ ഇതിലെല്ലാവരും കൂടെ ഒരുമിച്ചൊരു മാസ് ആൻസറിങ് ആയിരുന്നു അല്ലെ? നമുക്ക് ഇതൊന്നും ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ അതുപോലെ അടുത്ത് വരട്ടെ. അതെ അടുത്തത്. മിണ്ടാപ്പൂച്ച കല ഒടിച്ചു. പൂച്ച കല ഉടയ്ക്കും. അതാരാ പറഞ്ഞേ? ഷംന. ഓക്കെ 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 സെയിം തന്നെയായിരിക്കും അല്ലെ? നമുക്ക് നോക്കാം. മീണ്ടാപ്പൂച്ച കല ഉടയ്ക്കും. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ഇതെന്താ? ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അതല്ലോ. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. അനശ്വരയാണോടാ പറഞ്ഞേ? അതെ അതെ. ഓക്കെ ഓക്കെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഓക്കെ കറക്റ്റാ. നമുക്ക് എന്ത് കൊടുത്താലും അത് കൊടുക്കരുതെന്നാ. ഇനി ഇതും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നതാ. എല്ലാ നാട്ടിലും പറയുന്നതാണ്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഓക്കെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഓക്കെ ഫൈൻ ഫൈൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെയിം. സോ നമ്മൾ ബാക്ക് ടു വീണ്ടും പരിചയപ്പെടാൻ പോവാണ്. ഇനി ആരാണ്? ഇപ്പൊ നിങ്ങൾ ഓണായി. അപ്പൊ ഇനി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക ബാക്കിയുള്ളവർക്ക്. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ട് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ നിങ്ങളെ പറ്റി മറ്റുള്ളവരെ എന്തറിയണം എന്നുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇതും കൂടെ ഒരു രസമാണ്. അപ്പൊ പറഞ്ഞോളൂ. ഞാൻ പറയാം. അയ്യോ കുറെ ഞാനായി. രോഷ്മ ഓക്കെ. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതാണ്. ഇപ്പം ഒരു സ്റ്റീൽ ഡീറ്റെയിലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഒരു ഡിഗ്രി എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് BSc മാത്സ് എടുത്തത്. അപ്പം എടുക്കുമ്പോൾ നല്ല കോഴ്സ് തന്നെ ചെയ്യാന്ന് വെച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. ബുക്സ് വായിക്കാറുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ്ലി വായിക്കാറുള്ള ആളല്ല, പക്ഷെ വായിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ നല്ലൊരു കാര്യമാണ്. ലിറ്റററി സ്കിൽസ് ഉള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ അല്ലെ? അപ്പാർട്ട് ഫ്രം സയൻസ് ഒരു ലിറ്റററി നോളജ് ഉള്ള ആൾക്കാരുണ്ട്. ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ക്ഷമയൊക്കെ ഒരുപാട് വേണ്ട ഒരു കാര്യമാണ്. സോ താങ്ക് യു. ഓക്കെ ഇനി അടുത്ത ആള് പറയട്ടെ. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. എന്റെ പേര് പ്രിയ രശ്മി ജോസ്. കോട്ടയത്ത് കിടങ്ങൂർ എന്നുള്ള സ്ഥലത്താണ്. ഞാൻ ഒരു മാത്തമാറ്റിക്സ് ടീച്ചറാണ്. CBSE സ്കൂളില് ക്ലാസ് 10, 11, 12 പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു MSc കഴിഞ്ഞതാണ്. PG ഉണ്ട്. പക്ഷെ അത് പ്യുവർ മാത്സിലല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ മാത്തമാറ്റിക്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. MSc മാത്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. B.Ed M.Ed കഴിഞ്ഞതാണ്. PG ഡിപ്ലോമ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കഴിഞ്ഞതാണ്. പിന്നെ ബുക്സ് വായിക്കും. പിള്ളേർക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. ട്യൂഷൻ എടുക്കാറുണ്ട്. പല രീതിയിൽ മോട്ടിവേഷനൊക്കെ ആവശ്യമുള്ളപ്പോൾ പിള്ളേർ ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും പഠിത്തത്തിലൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ താങ്ക് യു. ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ്. അപ്പാർട്ട് ഫ്രം ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്റ്റുഡൻസിനെ കുറച്ചും കൂടെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു കാര്യമാണ്. ഓക്കെ ഇനി നെക്സ്റ്റ് ആരാ പറയാൻ പോകുന്നത്? ഞാൻ പറയാം മാഡം. പറഞ്ഞോളൂ. എന്റെ പേര് തസ്നീം. ഞാന് +2 കഴിഞ്ഞിട്ട് 3 വർഷമായി. BSc മാത്സിനാണ് ജോയിൻ ചെയ്തേക്കണേ. പിന്നെ കേൾക്കാണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞോളൂ.
BSc മാത്സിനാ ഞാൻ ജോയിൻ ചെയ്തേക്കണേ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, പിന്നെ വീട് ഇവിടെ തൃശ്ശൂരാ. ഓക്കെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാന് പെയിന്റ് ചെയ്യും. ഞാന് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വായിക്കും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുന്ന ആള് നന്നായി പെയിന്റ് ചെയ്യുകയും നന്നായി വായിക്കുകയും ചെയ്യും. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവാണോ? എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? ഞാനിപ്പോ വിചാരിച്ച എനിക്ക് വരയ്ക്കാൻ പറ്റില്ല അല്ലേ? അത് ഭയങ്കര നമുക്ക് കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യമാണ്. സോ തസ്നീമും നല്ലൊരു ആർട്ടിസ്റ്റിക് ലെവലിലേക്കുള്ള ഒരു ഇതൊക്കെയുള്ള ഒരാളാണ്. സോ ദാറ്റ് ഇസ് വെരി ഗ്രേറ്റ്. ഇനി ആരാ പറയുന്നത്? ഹലോ, ഞാൻ ജബ. ഞാൻ മലപ്പുറം, നിലമ്പൂർ മലപ്പുറം അവിടെ നിന്നാണ് വരുന്നത്. ഞാൻ BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിനാണ് ജോയിൻ ചെയ്തത്. പിന്നെ അതുപോലെ ഞാൻ ഡിഗ്രി BSc ഫുഡ് ബയോടെക്നോളജി ആയിരുന്നു എടുത്തത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനുശേഷം പിന്നെ മാരേജ് ആയി, പിന്നെ 3 കുട്ടികളായി. ഇപ്പോ BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എന്തുവാടാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതേപോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഫൈൻ. ശരിയടാ, താങ്ക് യു. നമുക്കിനി നെക്സ്റ്റ് ഒരു ഗെയിമിലേക്കും കൂടെ പോവാം. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കണേ. നെക്സ്റ്റും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, നമുക്ക് ആ നെക്സ്റ്റ് ഗെയിമിലേക്ക് നോക്കാം. മൂവി ഐഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് ഇത്. നേരത്തെ പോലെ ഒരാൾ പറഞ്ഞു മിണ്ടാതിരിക്കുകയല്ല, എനിക്കൊരു മാസ് ആൻസറിങ് ആണ് വേണ്ടത്. സോ നോക്കൂ, ഈ ഒരു ഗെയിമിനകത്ത് ഒരു മൂവിയെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പിക്ചർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ മൂവിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ മൂവിയിലുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിക്ചറിൽ ഉണ്ടാവുന്നത്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഏത് മൂവിയാണെന്ന് പറയണം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഡിഫറെന്റ് ലാംഗ്വേജിലുള്ള മൂവീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫ്രം 80s ടു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവീസ് വരെ ഇതിനകത്തുണ്ട്. സോ നമുക്ക് ഈ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ കല്യാണരാമൻ. ഓക്കെ, കല്യാണരാമൻ. വേറെ എന്തെങ്കിലും ചോയ്സസ് ഉണ്ടോ നിങ്ങൾക്ക് കല്യാണരാമൻ അല്ലാതെ? ഇല്ല. അതാ ഓക്കെ, ഒറ്റ ആൻസർ അതിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. കല്യാണരാമനാണ്. ഓക്കെ, കല്യാണരാമൻ മൂവിയാണ്. സോ നെക്സ്റ്റ് വൺ. ഇത് ഞാൻ പറയില്ല. സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പേപ്പർ. ഓക്കെ, ദാറ്റ് ഇസ് നൈസ്. സോൾട്ട് ആൻഡ് പേപ്പർ മൂവിയാണ് ഇത്. CID മൂസ, റാംജി റാവു സ്പീക്കിംഗ്, CID മൂസ. പിന്നെ ആ സീരീസിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും മൂവീസ് ഉണ്ടോന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. മാന്നാർ മത്തായി സ്പീക്കിംഗ്. മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഓക്കെ, മാന്നാർ മത്തായി സ്പീക്കിംഗ് ആണ്. റാംജി റാവു സ്പീക്കിംഗിലും വരുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ രണ്ട് നമുക്ക് ആൻസർ ആയിട്ട് കൂട്ടാം. ഓക്കെ, ഇനി ഒച്ച ഫോട്ടോയിൽ കിട്ടത്തില്ല മിസ്റ്റർ. വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം. പിന്നില്ല. വടക്ക് നോക്കി യന്ത്രം, തലേണ മന്ത്രം, അങ്ങനെ വല്ലതും, അങ്ങനെ എന്തെങ്കിലും ചോയ്സ്? ഇല്ല. വടക്ക് നോക്കി യന്ത്രമാണ്. ശരി, ഇത് യോധ. പിന്നെ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു മൂവി ഒറ്റ ഒരാളാണ് യോധ എന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരും മൂവി കാണാത്ത ആൾക്കാരാണെന്നാണോ എന്റെ അടുത്ത് പറയുന്നത്? ഡോണ്ട് ടെൽ മീ ദാറ്റ്. നിങ്ങൾ ആരും മൂവി കാണാത്തവരല്ല. റാൻഡം ഗെസ്സസ് ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഇനിയില്ല. യോധ എന്ന് പറഞ്ഞാൽ യോധ. അതെ, യോധ പറഞ്ഞ യോധ തന്നെയാ. അതെ, യോധ മൂവി കറക്റ്റ് ആണ്. ഇത് മലയാളം മൂവി അല്ല. റബ്നെ ബനാദി ജോഡി. റബ്നി ബനാദി ജോഡി. അത് എവിടുന്നാ വന്നേ റബ്നി ബനാദി ജോഡി? ഞാനാ പറഞ്ഞു. ജബ. ഓക്കെ, ജബ ഒരു റബ്നി ബനാദി ജോഡി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, വേറെ എന്തെങ്കിലും ചോയ്സസ് ഉണ്ടോ? ഇത് ആരെ ക്യാരക്ടർ? ഈ ആരുടെ ക്യാരക്ടറിനെ പറ്റിയാ പറഞ്ഞത്? അതെങ്കിലും അറിയോ? ഷാറുഖ് ഖാൻ ആണ് അല്ലെ? ഓക്കെ,
സോ ഇറ്റ് ഇസ് റബനെ ബനാദി ജോഡി, ആദിത്യ ചോപ്രയുടെ മൂവിയാണ്. സോ നെക്സ്റ്റ് വൺ. ജബി മറ്റ്. ആ ജബ്ബി മറ്റ്. പിന്നെ ഫേമസ് ആയിട്ടുള്ള കുറെ പാട്ടുകളുള്ള ഒരു മൂവിയാണ്, ഹിന്ദി മൂവി തന്നെയാണ്. ഹിന്ദി ആയതുകൊണ്ടാണോ കുറച്ചൊരു ഇതായി പോയത്? നമുക്ക് നോക്കാം എന്തായാലും. ജബ്ബി മറ്റാണ് പക്ക കറക്റ്റ് ആൻസറാ. ഇത് സീതാരാമ. ഇതാരാണ്? സീതാരാമമാണോ? ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. സീതാരാമൻ പോലെ തോന്നുന്നു, സീതാരാമം. പക്ഷെ അതന്നെയാണോ? സീതാരാമം. സീതാരാമൻ ഉറപ്പാണ് അല്ലേ? ജബ അങ്ങ് കത്തി കേറുവാണ് കേട്ടോ. ഇപ്പൊ മൊത്തം ജബമായ ജബ അതാ ജബ ചാർജ് ആയിരിക്കുവാണ്. സീതാരാമ മൂവിയാണ്. ഓക്കെ, ദിസ് വൺ ഇംഗ്ലീഷ് മൂവിയാണ്. ഹാരി പോട്ടർ. ഹാരി പോട്ടർ. ആ ഹാരി പോട്ടർ. ഓക്കെ, ഹാരി പോട്ടർ. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോൺ, അതായത് ഏതെങ്കിലും ആ സീരീസിൽ വരുന്ന ഏതെങ്കിലും ഒരു മൂവി പറഞ്ഞാലും മതി. ദാറ്റ് ഇസ് ഹാരി പോട്ടർ മൂവി. ഇതറിയാത്ത മലയാളികൾ ടൈറ്റാനിക്. ദ ക്ലാസിക് കൾട്ട് ലവ് സ്റ്റോറി ആണ് ടൈറ്റാനിക് ആണ്. ഓക്കെ, ഒരു രണ്ട് കൈ ഇങ്ങനെ വരുന്നതാ. ഒരു ട്രെയിൻ രണ്ട് കൈ ഇങ്ങനെ വരുന്നു. ഹിന്ദി മൂവിയാണ്. ചെന്നൈ എക്സ്പ്രസ്. ആ ചെന്നൈ ദിൽവാലെ എക്സ്പ്രസ്. ദുൽഹനിയ ലേ ജാएंगे. ദിൽവാലെ ദുൽഹനിയ ലേ ജാएंगे. ആ ദിൽവാലെ ദുൽഹനിയ ലേ ജാएंगे, ചെന്നൈ എക്സ്പ്രസ്. പിന്നെ വേറെന്തെങ്കിലും ചോയ്സസ് ഉണ്ടോ? ഇല്ല അല്ലെ? ദിൽവാലയാണ്. ചെന്നൈ എക്സ്പ്രസിലും ഈ സീൻ വരുന്നുണ്ട്. ഷാറുഖ് ഖാനും ദീപിക പദുക്കോണും ഈ സീൻ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. ഒരു വേ പറഞ്ഞാൽ ആ ആൻസറും കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇത് ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടൽ. ആ പിന്നെ ദമ്മു പൊട്ടിച്ചപ്പോൾ ഉള്ള കാര്യം, ഏതോ കഥകിൻ വിരി നീക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉള്ളത് ഉസ്താദ് ഹോട്ടലാണ്. റൈറ്റ് ആൻസർ. ഇത് കൾട്ട് ഫേമസ് ആയിട്ടുള്ള ദൃശ്യം. ദൃശ്യം. ആരുടെ ഡെഡ് ബോഡിയാ കിടക്കുന്നേ? വരുണിന്റെ ഡെഡ് ബോഡിയാണ് കിടക്കുന്നത് അല്ലെ? ദൃശ്യം മൂവിയാണ്. ദാറ്റ് ഇസ് റൈറ്റ്. എന്ത് പ്രഹസനമാണ് സജി. ആ ഇടയ്ക്കെങ്കിലും നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, ഇനി ഇപ്പൊ ശരിയാക്കി തരാം. വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട്. പിന്നെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? നമ്മളെല്ലാവരും പറയുന്നതാ, പക്ഷെ ഈ ഇന്ന മൂവിയാണെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവില്ല എല്ലാവർക്കും അല്ലെ? ഏത് മൂവിന്നാ വരുന്നേന്ന്? വെള്ളാനകളുടെ നാടാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗെയിം എന്ന് പറയാനായിട്ട്. സോ ഇതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് നമുക്കറിയാം ജബയാണ്. ജബ ഇല്ലായിരുന്നെങ്കിലോ എന്നുള്ളൊരു അവസ്ഥ വന്നേനെ നിങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നു കഴിഞ്ഞാല്. സോ ബാക്ക് ടു നമുക്ക് വീണ്ടും ഒന്നും കൂടെ പരിചയപ്പെടാം. ഇനിയും കുറെ പേര് പരിചയപ്പെടുത്താനായിട്ടുണ്ട്. ആരൊക്കെയുള്ളത്? കുറച്ചു പേരും കൂടെ. സാംസങ് അങ്ങനെ ഒരു ഡിവൈസ് പേര് കാണുന്നുണ്ട്. ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ സാംസങ് SM എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിരിക്കുന്ന ആള് ഒന്ന് റീനെയിം ചെയ്യണേ, എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ജിൻസിയാണ് മാം. ഓക്കെ, ജിൻസി പറഞ്ഞില്ലല്ലോ. പോരട്ടെ. ഇല്ല, ഞാൻ ഒരു ജിൻസി കഴക്കൂട്ടം. ഹലോ മാം. പറഞ്ഞോളൂ. ഞാൻ ജിൻസി കഴക്കൂട്ടം, ട്രിവാൻഡ്രം കഴക്കൂട്ടത്തു നിന്നാണ്. ആഹാ. പിന്നെ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രൈബിംഗ് കോഴ്സ് ചെയ്തത്, മെഡിക്കൽ സ്ക്രൈബിംഗ് മാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോ എല്ലായിടത്തും ഇപ്പം ജോബിന് വിളിക്കുമ്പോ ഡിഗ്രി ഇപ്പം ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. സോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ബാച്ചിലർ ഓഫ് സയൻസ് ആണ് ജോയിൻ ചെയ്തേക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി അല്ലേ? അതെ. ഏതാ കോമ്പിനേഷൻ കൂടെ ഒന്ന് പറഞ്ഞോളൂ. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി. ഓക്കെ, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറയടാ. അങ്ങനെ ഇല്ല മാം. അങ്ങനെ എന്തോ ഉണ്ട്. ശരിക്കില്ല. ഓക്കെ, ബൈ. കുഴപ്പമില്ല. ഓക്കേടാ. ഓക്കെ, താങ്ക് യു ജിൻസി.
ഇനി താങ്ക് അടുത്ത യു മാം. ആരാ പറയുന്നേ? ആതിര കൃഷ്ണൻ. ഞാൻ പറയാം. ആ അത് തന്നെ പറഞ്ഞോളൂ. എന്റെ പേര് ആതിര കൃഷ്ണൻ. ഉം. ഞാൻ BSc മാത്സ് ആണ് എടുത്തത്. ഉം. പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് 2 ഇയർ ഗ്യാപ്പ് എടുത്തായിരുന്നു ഞാൻ നീറ്റ് എഴുതാൻ വേണ്ടി. ഉം. അത് കഴിഞ്ഞ് ഇപ്പോ ഡിഗ്രി എടുക്കണം തോന്നിയുണ്ട് BSc മാത്സ്. ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, വെറുതെ ഇരിക്കുമ്പോ ഒക്കെ ഹോബി അങ്ങനെ എന്തെങ്കിലും? പടം വരയ്ക്കും, ആഹാ ബുക്സ് വായിക്കും. ആഹാ കുറേ ആർട്ടിസ്റ്റും പിന്നെ അതുപോലെ തന്നെ ലിറ്റററി വർക്കിലുള്ള കുറേ പേരാണുള്ളത് അല്ലേ? ഓക്കെ, താങ്ക് യു ആതിര. സെഷൻ കഴിയുമ്പോഴേക്ക് നമുക്ക് കുറെ ആർട്ടിസ്റ്റുകൾ കിട്ടാനുണ്ട്. അതെ 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 Plus ഉണ്ട്, ഇനി റെസിഡന്റ് ചെയ്യുന്നവരുണ്ട്. അതെ അതെ ലേൺ വൈസിൽ ഇനി എന്തെങ്കിലും ആർട്ടിസ്റ്റിക് പരമായ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ BSc-ക്കാരെ, സയൻസിലെ BSc-ക്കാരെ ഒന്ന് എന്താ പറയാ അപ്രോച്ച് ചെയ്താൽ മതി. ഒരുപാട് ആർട്ടിസ്റ്റും ഫാഷൻ ഡിസൈനേഴ്സും ഒക്കെ ഉണ്ട്. നമുക്കിനി നമ്മുടെ അങ്ങനെ ഒരു ടീമിൽ കുറെ section- പേരുണ്ടെന്ന് നമുക്ക് തന്നെ പറയാമല്ലേ മാം? അതെ അതെ നമ്മുടെ ലേണേഴ്സ് കുറെ ഇങ്ങനത്തെ കഴിവുള്ള ആൾക്കാരുണ്ട്. ഒരു പാട്ടുകാരി ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് പറയാവുന്നതാണ്. നമ്മുടെ ഓണത്തിന്റെ പരിപാടിക്കൊക്കെ നമുക്കാണെങ്കിൽ നമുക്ക് സജഷൻസ് കൊടുക്കാം. ഓക്കെ, ഫൈൻ ഫൈൻ. ഇനി നെക്സ്റ്റ് ആരാ പറയുന്നത്? ഈ വീഡിയോ ഓൺ ചെയ്യാൻ ഒരുപാട് പേരുണ്ട് മാം. ആണല്ലേ? ഓക്കെ പറഞ്ഞു. ഓക്കെ, ഹൃദയ പറയടാ. ടെക്നീഷ്യൻ ആയിരുന്നു. ഇപ്പൊ ജോലി റിസൈൻ ചെയ്തു. ഞാൻ അടുത്ത മാസം 10-ാം തീയതി അർമേനിയ പോവാണ്. ആഹാ ഇപ്പൊ BSc ഫുഡ് ടെക്നോളജി എടുക്കണേ. ഇപ്പൊ ഹസ്ബൻഡ് 2 കുട്ടികളുണ്ട്. മൂത്താള് ASP അഗ്രികൾച്ചറൽ പഠിക്കണേ, PHC. രണ്ടാമത്തെ ആള് ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, സോങ് കേൾക്കും. എന്താ പറഞ്ഞേ? സോങ് ഒക്കെ കേൾക്കും, പാടി. ഓക്കെ, പാടില്ല, മതിയല്ലോ. പാട്ട് കേൾക്കുക എന്ന് പറയുന്നതിന് ഒരു ക്ഷമയൊക്കെ വേണ്ടേ അല്ലേ? എല്ലാവർക്കും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, സോ താങ്ക് യു ഹൃദയ. ഓക്കെ, ഇത്രയും വോളണ്ടിയറിലായിട്ട് കുറെ പേര് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെയാ? കാരണം നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയാ നിങ്ങളുടെ കഥകളൊക്കെ കേൾക്കുന്നത്. അത് അവരുടെ മുഖത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇനി ആർക്കെങ്കിലും ഒക്കെ കുറച്ച് പറയാനുണ്ടെങ്കിൽ പറയടാ. ഞാൻ ഷംന, ആഹാ കോഴിക്കോട് നിന്നാണ്. ആഹാ ഞാൻ ആക്ച്വലി ബിടെക് കഴിഞ്ഞ് വർക്ക് ചെയ്തതിന്റെ ഇടക്കാണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്തത്. BSc ഫുഡ് ആൻഡ് സേഫ്റ്റിയിലാണ്. വേറെന്താ? വേറെന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം? ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആഹാ എവിടെയൊക്കെ പോയിട്ടുണ്ട്? പിന്നെ ഞാൻ അറൗണ്ട് ഒരു 50 to 20 കൺട്രീസ് കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റ് അല്ലേ? ദെൻ ബുക്സ് റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. റീഡിങ് ഹോബിയാണ്. ഫ്രീ ടൈമിലൊക്കെ നോവൽസും ഫിക്ഷൻസും ഒക്കെ വായിച്ചിരിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ. ഓക്കെ, നല്ല ഒരു അടിപൊളി നമ്മുടെ സന്തോഷ് ജോർജ് ട്രാവൽ ചെയ്യുമ്പോൾ റെഫർ ചെയ്യാറ് സാറിന്റെ വീഡിയോസ് ആണ്. അത് ആണല്ലേ? ഐറ്ററീസ് ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. അതെ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷംനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഷംനെ നമുക്ക് വരാൻ ഞാൻ. അതെ അതെ, ഗൈഡായിട്ടൊക്കെ ഷംനെ നമുക്ക് വിളിക്കാം, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോ ഷീൽ ബി ദർ. അത് അടിപൊളിയാ. ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞാ. അപ്പൊ എന്താ? അതെ 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 അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ അത് നല്ലൊരു രസമുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ? ഇനി അടുത്തത് ആരാ? ഓക്കെ, ആൻസി പറയടാ. മാം, എന്റെ പേര് ആൻസി. ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ്. ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു 3 ഇയർ ഗ്യാപ്പ് വന്നായിരുന്നു നീറ്റിന് വേണ്ടിയിട്ടൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ SBIയിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ളൂ റിസൈൻ ഇട്ടു. ഞാൻ എടുത്ത കോഴ്സ് ബാച്ചുലർ ഓഫ് സയൻസ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഹോബി പാട്ട് പാടും, പടം വരയ്ക്കും,
പിന്നെ ചെറുതായിട്ട് ഡ്രസ്സൊക്കെ തയ്ക്കും. ആഹാ പിന്നെ വായിക്കും. ആഹാ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ആഹാ ഒരു സകലകലാ വല്ലഭിയാണ്. ട്രാവലിംഗ്, പിന്നെ പെയിന്റിങ്, പിന്നെ അതുപോലെ എന്തൊക്കെയാ കഴിവ് അല്ലേ? അടിപൊളിയാടാ, കൊള്ളാം. എന്നിട്ട് ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? ജോബ് ഉണ്ടായിരുന്നപ്പോ പോവായിരുന്നു. ഇപ്പൊ പിന്നെ റിസൈൻ ഒക്കെ ഇട്ടോണ്ട് ആ വിട്ടിരിക്കും. ഓക്കെ, ഫൈൻ ഫൈൻ, കുഴപ്പമില്ലടാ. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നുണ്ടടാ, പറഞ്ഞോളൂ. എൻ്റെ പേര് ആബിദ ഹംദ. ഉം, ഞാന് കോഴിക്കോട് അത്തോളിന്നാണ്. ഉം, ഞാനും ഇതുപോലെ തന്നെ 3 വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്ത്. അപ്പൊ MBBS കിട്ടിയില്ല. അപ്പൊ ഉം. പിന്നെ വേറൊരു പ്ലാൻ ബി എടുത്ത് ഡിഗ്രി എടുക്കാൻ വിചാരിച്ച് ഇപ്പോ BSCM എടുത്തിട്ടുണ്ട്. BSc ജനറൽ സയൻസ്. ആ ഏതൊക്കെയാ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്? ബോട്ടണി, zoology, കെമിസ്ട്രി. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, BSc മൾട്ടി ഡിസിപ്ലിനറി. എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നമ്മള് ബാച്ച്മേറ്റ്സിനോട് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. പഠിക്കാൻ ഇഷ്ടാണ്. അല്ലാണ്ട് അങ്ങനെ പാട്ട് പാടാൻ അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല. അത് നമ്മൾ ട്രൈ ചെയ്യാത്തോണ്ടാണ്. നമുക്ക് എല്ലാവരുടെ ഉള്ളിൽ ഒരു പാട്ടുകാരി, ഒരു ഡാൻസുകാരി ഒക്കെ ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്നില്ല, നമുക്ക് ഇല്ല എന്ന് വെച്ചിട്ട് അല്ലേ? ഓക്കെ, നന്നായി പഠിക്കാൻ അറിയുന്ന ഒരു കുട്ടി, ഓഫ്, അതൊരു വലിയ കാര്യമാണ് അല്ലേ? നമുക്കിങ്ങനെ ഒരു മടുപ്പില്ലാണ്ട് പഠിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോ താങ്ക് യു ഹംദ. താങ്ക് യു മിസ്. സോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഒരു ഗെയിമിലേക്ക് പോവാം. അതിന് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഓടിയൊക്കെ നടന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെ ഗ്രാബ് ആൻഡ് റൺ എന്ന് പറയും, സ്കാവഞ്ചർ ഹണ്ട് എന്ന് പറയും, അങ്ങനെ പല പേരിൽ പറയപ്പെടുന്ന ഒരു ഗെയിമാണ്. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ശംഷിറ മാം ഒന്ന് നോക്കണേ, നമ്മുടെ ലേണേഴ്സ് ഇങ്ങനെ ഇരുന്ന പൊസിഷനിൽ തന്നെ ഇരുന്ന് ഇതാക്കാണോന്ന്. ഓക്കെ, ശംഷിറ മാം എന്തായാലും നോക്കുന്നുണ്ടേ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം. അപ്പൊ ഞാന് എന്താ ഷെയർ ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഓക്കെ, എല്ലാവർക്കും കാണുന്നില്ലേ? വിർച്വൽ സ്കാവഞ്ചർ ഹണ്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ, കാണുന്നുണ്ട്. സോ ലേണേഴ്സ് മസ്റ്റ് ഹാവ് ദെയർ ക്യാമറാസ് ടേൺഡ് ഓൺ ആൻഡ് ബി റെഡി ടു പാർട്ടിസിപ്പേറ്റ്. ഞാൻ നേരത്തെ മുതലേ പറയുന്നതാണ്, ഇതിന് ടൈമർ ഉണ്ട്. ഇത്ര ടൈമിനുള്ളിൽ നമ്മുടെ ഈ ഇതിനകത്ത് കാണിക്കുന്ന ഒരു പിക്ചറിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. കപ്പോ പെന്നോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. നിങ്ങൾ കൊണ്ടുവന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ കാണിച്ചു തരണം. ഓക്കെ, ശംഷിറ മാം നോക്കണേ. ശംഷിറ മാം നോക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന്. സോ ബി റെഡി ടു ഗ്രാബ് തിങ്സ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ 4 വാർഡ് പറഞ്ഞു വിട്ടേക്കും, എന്നിട്ട് അവരോട് പറക്കിക്കൊണ്ട് വരാൻ പറയാം. ഓക്കെ, ഇനി ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ അത് കാണിച്ചു തരേണ്ടതാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതെ അതെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലോ. ഇപ്പൊ എല്ലാവരും ഓൺ ചെയ്യുമല്ലോ. ആഹാ, കപ്പ് അല്ലെങ്കിൽ ഒരു മഗ് എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കൂ. ഒരു കപ്പ് അല്ലെങ്കിൽ മഗ്. ഓടിക്കോ. മിക്കവരും മൊബൈലിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എളുപ്പമാണ്. ഓക്കെ, ഹസ്ന, പിന്നെ ഓക്കെ ഷീന, പിന്നെ പോരട്ടെ. നോക്കുമ്പോ വീട്ടില് അതാ. ഓക്കെ, ഹൃദ്യ. ഓക്കെ, ഷോ ദി സ്പിരിറ്റ്. ഇനി ബാക്കിയുള്ളവര് കഴിഞ്ഞു. ഇത്രയും പേരൊക്കെ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രയും പേര് ഓടി നടന്ന സാധനങ്ങൾ ഇതാക്കുക. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. കലണ്ടർ പറിച്ചുകൊണ്ടൊന്നും എടുത്തോണ്ട് വരണ്ട, ക്യാമറ തിരിച്ചൊന്ന് കാണിച്ചു തന്നാ മതി കലണ്ടർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, കലണ്ടർ പോരട്ടെ. ഓക്കെ, പ്രിയ ഓക്കെ, കണ്ടടാ. ആഹാ, പിന്നെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി ആ ഹാൻഡ് റിട്ടൺ ഡയറി നോട്ട്ബുക്ക്, ദ വേർഡ് ലേൺ വൈസ് റിട്ടൺ ഓൺ ഇറ്റ്. അതിനകത്ത് ലേൺ വൈസ് എന്ന് എഴുതിയിരിക്കണം. അങ്ങനെയുള്ള ഒരു ബുക്ക്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ലേൺ വൈസ് എന്ന് എഴുതി ബുക്കൊക്കെ കൊണ്ടുവരെ. ഓക്കെ, ഷീന, പിന്നെ ലേൺ വൈസ് എന്ന് എഴുതാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം അല്ലെ? ഓക്കെ, പിന്നെ ആരെങ്കിലും കാണിച്ചോ ശംഷിറ?
ബുക്സിനെ കാണിക്കുന്നുണ്ടോ? എനിക്ക് ബുക്ക് കാണുന്നുണ്ട്, ലേൺ വൈസ് കാണുന്നുണ്ടോ? ദാറ്റ് ഇസ് ഫൈൻ, കുഴപ്പമില്ല. ഒരു ബുക്കിംഗിൽ കാണിച്ചല്ലോ. ഓക്കെ, സോ താങ്ക് യു തോമസ്. കാണാനുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ഉണ്ട് 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 ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. കാണുന്നുണ്ട് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെഷറിംഗ് ടേപ്പ്. ഇവിടെ ഫാഷൻ ഡിസൈനേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അവര് മെഷറിംഗ് ടേപ്പ് എന്ന് കാണിച്ചില്ലെങ്കിലാ. ആളുണ്ട്. അതാ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ മെഷറിംഗ് ടേപ്പ് എവിടെ? ഓക്കെ, ആ പ്രിയ എല്ലാം set ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? എനിക്ക് തോന്നുന്നു പ്രിയ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി അതാ നേരത്തെ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ ജിൻസി കാണിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ജിൻസി കാണുന്നില്ല. ആ ഓക്കെ, ഇവിടെ നമ്മുടെ ഡിസൈനേഴ്സ് ഒക്കെ അവിടെ. അതാ ഡിസൈനേഴ്സ് ഒക്കെ എവിടെ? ഓക്കേടാ, ഫൈൻ ഫൈൻ. ടൂത്ത് പേസ്റ്റ് ഇതില്ലാത്ത വീടുകളില്ല. സോ ടൂത്ത് പേസ്റ്റ് ബാത്റൂമിലേക്ക് ഓടിക്കോളൂ, വാഷ് ബേസിന്റെ അവിടേക്ക് ഓടിക്കോളൂ. ഓക്കെ, എന്റെ കാണിച്ചിട്ടുണ്ട്. അതാ പ്രിയ ഫസ്റ്റ് ആണ്, എല്ലാത്തിനും പ്രിയ ഫസ്റ്റ് ആണ്. എനിക്ക് ഇവിടുന്ന് പ്രിയയാണ് ഫുൾ കാണുന്നത്. സ്ക്രീൻ നിറയെ ഷംഷീറയ്ക്ക് ശേഷം എനിക്ക് പ്രിയ. ഓക്കെ, റോഷ്മ പിന്നെ ഓക്കെ, കുറെ പേര് ടൂത്ത് പേസ്റ്റ് ഒക്കെ കോമൺ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും കാണിക്കുന്നത് അല്ലേ? ഓക്കെ ഫൈൻ. എനിത്തിങ് ഇൻ യെല്ലോ കളർ, എനി ഓബ്ജെക്ട്, എനിത്തിങ് ഇൻ യെല്ലോ കളർ, യെല്ലോ കളറിലുള്ള എന്തെങ്കിലും. ആതിര കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റോഷ്മ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രിയ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദീപ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റ്. കൊള്ളാം. സാനിറ്റൈസർ, ഇത് കൊറോണ ടൈമിലായിരുന്നെങ്കിൽ നിറയെ ഉണ്ടായിരുന്നു സാനിറ്റൈസർ ബോട്ടിൽ. കയ്യിന്റെ അടുത്ത് വെക്കുന്നുണ്ട് സാനിറ്റൈസർ. ഉണ്ടോ? ആരെങ്കിലും കാണിച്ചോ? ഷംഷീറ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മാം കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് കാണുന്നില്ല. ഷംഷീറയ്ക്ക് കണ്ടില്ല. സാനിറ്റൈസർ ആണല്ലോ അല്ലേ? അങ്ങനെ വിശ്വസിക്കാം, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അത് സാനിറ്റൈസർ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫൈൻ ഫൈൻ, ആയിക്കോട്ടെ. ഇനി ടുഡേസ് ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ കാണാത്തവരാണെങ്കിൽ കാണട്ടെ അല്ലേ മാം? അതെ അതെ അതെ, ഇന്നത്തെ ന്യൂസ് പേപ്പർ അറിയാത്തവർ എത്രയും പെട്ടെന്ന് ന്യൂസ് പേപ്പർ ഒക്കെ. ഓക്കെ, പ്രിയ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ജിൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കാവ്യ. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും കാണിച്ചല്ലേ? കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ബ്ലാക്ക് സോക്സ്. ഓഹ്, വലിയ പാടാ. ബ്ലാക്ക് സോക്സ് ഇതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണോ ബ്ലാക്ക് സോക്സ്? പ്രിയയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരോ ഓടുന്നുണ്ട് മാം, കാണുന്നുണ്ടോ? അതാ അങ്ങ് അസിസ്റ്റന്റ് ഉണ്ട്. അതാ പ്രിയ മൊത്തം ടാക്ട് ആണ്. ബ്ലാക്ക് സോക്സിന്റെ ബ്ലാക്ക് പറയുന്നു, ബ്ലാക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാ. ഓക്കെ, ചെയ്യുന്നുണ്ട്. എന്തോ? എന്റെ പിള്ളേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ. കറക്റ്റ് ആയിട്ട്. ഇപ്പൊ എന്തായാലും പ്രൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് പ്രിയക്ക് കിട്ടിയേനെ ഇപ്പോ അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചു. ബ്ലാക്ക് സോക്സിന്റെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫാമിലി ഫോട്ടോ ഫ്രെയിം. വീട്ടിൽ എണീക്കാത്തവരൊക്കെ ഒന്ന് എണീക്കൂ. അതാ എന്തായാലും ആരെങ്കിലും ഒക്കെ കാണിക്കും. ഞാൻ എന്തിനാ ഇതാക്കുന്നേ?
ഹോസ്റ്റലിലാണ്, വീട്ടിലാണ്. അനശ്വര ഫ്രെയിം ഇല്ല. കാണിക്കുന്നുണ്ട്. ഓക്കെ Okay, okay. രമ്യ, പിന്നെ കാവ്യ, ജിൻസി. ഓക്കെ ഫൈൻ ഫൈൻ ഓക്കേടാ ഫൈൻ ഫൈൻ. അംബ്രേല ഓക്കെ, ഫാമിലി ഫോട്ടോ ഓക്കെ, അംബ്രേല ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടുണ്ട്. സോ ഇതോടെ നമ്മുടെ ഗെയിം സെഷൻസ് ഒക്കെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചാർജ് ആയിട്ടുണ്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ആ ഒരു ഫോമും കൂടെ ഫില്ല് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു കോമൺ സെഷൻ ആണ് വരുന്നത്. ആ കോമൺ സെഷനും ഇപ്പൊ കണ്ട അതേ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോട് കൂടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ BSc ലേണേഴ്സിന്റെ ഒരു പവർ നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലെ? ഇപ്പൊ തന്നെ ഒരു ഓൾമോസ്റ്റ് നമ്മൾ 1 hour സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 1 hour കംപ്ലീറ്റ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് നമുക്ക് പോവാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോ ഈ സെഷന് വേണ്ടിയിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിങ്ങൾക്ക് വേണ്ടി ഓടിക്കതച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത നിങ്ങളുടെ എന്താ പറയാ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു വലിയ താങ്ക്സ് എന്റെ പാർട്ടിൽ നിന്നും ഷംഷീറയുടെ പാർട്ടിൽ നിന്നും ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവന്റ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്റെ കോ-ലീഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഷംഷീറ മാമിനും വൈഷ്ണവി മാമിനും ഷഫ്ന മാമിനും പിന്നെ അതുപോലെ തന്നെ ഷംനീറ മാമിനും ഷാലു മാമിനും എല്ലാവർക്കും ഞാനൊരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കും ഏറ്റവും വലിയ താങ്ക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചു, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. അത് തന്നെ വലിയ കാര്യമാണ്. നല്ല ക്ഷമയോടുകൂടെ ഈ 1 മണിക്കൂർ നിങ്ങൾ എൻഗേജിംഗ് ആയിട്ട് സ്പെൻഡ് ചെയ്തു. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ്. ബൈ.